കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തർക്കം. വോട്ട് ഇന്ന് തന്നെ എണ്ണണമെന്ന് ഇടതു പാനൽ അംഗങ്ങൾ. അതേസമയം വോട്ടെണ്ണാൻ അനുവദിക്കില്ലെന്ന് BJP പ്രതിനിധികൾ. കനത്ത സുരക്ഷ ഒരുക്കി പോലീസ്. വിവരങ്ങളുമായി നിർഭൻ ചേരുന്നു. നിർഭൻ, ഏത് സാഹചര്യത്തിലാണ് ഈ വോട്ടെണ്ണാൻ അനുവദിക്കില്ലെന്ന് BJP പറയുന്നത്? ഒപ്പം തന്നെ VCയുടെ നിലപാടും അവർക്ക് അനുകൂലമാണല്ലോ. എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വോട്ട് ഇന്ന് തന്നെ എണ്ണണ്ട എന്നവർ പറയുന്നത്? തീർച്ചയായും സിജു, ഈ തർക്കം നടക്കാനുള്ള കാരണം ഈ കോടതിയിൽ ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കാരണം 15 സെനറ്റ് അംഗങ്ങളുടെ വോട്ടുമായി ബന്ധപ്പെട്ട തർക്കമാണുള്ളത്. അത് കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിനാൽ ഇന്ന് വോട്ടെണ്ണാനാകില്ല എന്ന നിലപാട് VC എടുക്കുകയാണ്. ഇതിനെ തുടർന്നാണ് തർക്കം. പ്രതിഷേധം ഇടത് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായാൽ വോട്ടെണ്ണൽ നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നടത്തണമെന്നതാണ് ഇടതംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ BJP അനുകൂല സംഘടനകളും ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ വോട്ടെണ്ണൽ നടത്തരുത് എന്നതാണ്. നേരത്തെ ഇന്ന് വോട്ടെടുപ്പിൽ ആകെ 97 വോട്ടാണുള്ളത്. ഗവർണർ ഒഴിച്ച് ബാക്കി 96 അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് ഔദ്യോഗികമായി 1 മണി വരെയാണ് വോട്ടെടുപ്പ് എങ്കിലും ഈ വോട്ട് മുഴുവൻ പോൾ ചെയ്ത് കഴിഞ്ഞു. ഗവർണർ ഒഴിച്ച് ബാക്കി 96 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ VCയുടെ അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ കോടതി ഈ പറഞ്ഞ 15 സെനറ്റ് അംഗന്മാർ 10 പേർ കാലാവധി ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ മാസം 20-ന് കാലാവധി പൂർത്തിയായി. അവർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാം എന്ന് നേരത്തെ തന്നെ കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ വോട്ട് എണ്ണുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോടതി ഇതുവരെ എടുത്തിട്ടില്ല. മറ്റ് 5 പ്രതിനിധികളെന്ന് പറയുന്നത് ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതികളാണ്. അവരും വോട്ട് രേഖപ്പെടുത്തി. അവരുടെ വോട്ടിൻ്റെ കാര്യത്തിലും കൗണ്ട് ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതി എടുത്തിട്ടില്ല. ഇവ മാറ്റിവെച്ച് ബാക്കി വോട്ടുകൾ എണ്ണണം എന്ന നിലപാടാണ്. കാരണം ഇത് സംബന്ധിച്ച് ഈ പറഞ്ഞ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ അന്തിമ ഫലം എടുക്കേണ്ട നിലപാട് കൗണ്ടിങ്ങിലേക്ക് പോകേണ്ടതാണ്. മറ്റ് വോട്ടുകളുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാം, കോടതിയുടെ നിലപാട് വരട്ടെ, അപ്പോൾ പരിശോധിക്കാം എന്നതാണ് ഈ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ VC ആ നിലപാടിലേക്ക് വഴങ്ങുന്നില്ല. VC പറയുന്നത് ഈ കേസ് കോടതി പരിഗണിക്കുകയാണ് എങ്കിൽ അതിൽ അന്തിമ തീരുമാനം വരട്ടെ. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ആയതിനാൽ ഇപ്പോൾ വോട്ടെടുപ്പിൽ ഈ കഴിഞ്ഞ പൂർത്തിയായ സ്ഥിതിക്കും ഇത് എണ്ണൽ ഇപ്പോൾ കൗണ്ടിങ് നടത്തേണ്ട കാര്യമില്ല, അന്തിമ തീരുമാനം വരട്ടെ എന്ന നിലപാടാണ് VC സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള തർക്കമാണ് അവിടെ നടക്കുന്നത്. 15 പേരുടെയും അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കോടതിയുടെ അനുമതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ തർക്കം നിലനിൽക്കുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ നടത്തരുത് എന്ന നിലപാടാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ട്. വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തു. ഇന്ന് വോട്ടെടുക്കുക ചെയ്യുന്നുള്ളതാണ് ശരിയായ രീതി. അതുതന്നെയാണ് ഇടതുപക്ഷങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഇത് VC അടക്കമുള്ളവർ ഈ നിലപാടെടുക്കുന്നതിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ലേ? തീർച്ചയായും സിജു, അത് ന്യായമായ ഒരു കാര്യമാണ്. കാരണം ഇത് നേരത്തെ വോട്ടെടുപ്പ് നടത്താനും നാമനിർദ്ദേശം നൽകുന്നതിനും കൗണ്ടിങ്ങിലേക്കും വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കം പ്രഖ്യാപിച്ച് നടപടികളുമായി മുന്നോട്ട് പോയതാണ്. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കോടതിയിൽ കക്ഷി ചേരുകയോ വ്യവഹാര നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ വോട്ട് മാറ്റിവെക്കുന്നതിന് വേണ്ടി അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് കൗണ്ട് ചെയ്യുന്നത് സംബന്ധിച്ച നിർദ്ദേശം രണ്ടാമത് കോടതിയുടെ അഭിപ്രായം വന്ന ശേഷം പരിഗണിക്കാമെന്നതാണ് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ വോട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് എണ്ണാനുള്ള രീതിയിലേക്ക് പോകണം എന്നതാണ് വോട്ടെടുപ്പിനെ സംബന്ധിച്ച് അവർ ന്യായമായും ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ്. പക്ഷേ VC ഇതിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. VC ആദ്യം തുടക്കം മുതൽ തന്നെ ഈ വോട്ടെടുപ്പ് നിലവിൽ 97 അംഗങ്ങളുടെ വോട്ടാണുള്ളത്. അതിൽ 96 പേരും ഗവർണർ ഒഴിച്ച് 96 പേരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിൻ്റെ ഔദ്യോഗികമായി 1 മണി വരെ വോട്ടെടുപ്പുണ്ടെങ്കിൽ അതിനുശേഷം എണ്ണലിലേക്ക് കടക്കേണ്ടതാണ്. പക്ഷേ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ നിലപാട് VC അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്താൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ്. കോടതി നിലപാട് ഇന്ന് തന്നെ കേസ് പരിഗണിച്ചില്ല എങ്കിൽ ഈ വോട്ടെണ്ണൽ നടപടി വീണ്ടും നീണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിലവിൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ സെനറ്റ് അംഗങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്ന ആ വോട്ടുകൾ എണ്ണണ്ട എന്നുള്ള നിലപാടാണല്ലോ. അപ്പോൾ ആ 15 വോട്ടുകൾ മാറ്റി വെച്ചുകൊണ്ടുള്ള വോട്ടെണ്ണലിലേക്ക് പോകുക എന്നുള്ള നിലപാടും വന്നിട്ടുണ്ടല്ലോ.
ആ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ പറഞ്ഞ തർക്കമുള്ള 15 വോട്ടുകൾ 10 ഈ പറഞ്ഞ നേരത്തെ 20-ാം തീയതി കാലാവധി പൂർത്തിയാകുന്ന സെനറ്റ് അംഗങ്ങളുടെയും 5 ഗവർണർ നോമിനേറ്റ് ചെയ്ത 5 അംഗങ്ങളുടെ കാര്യത്തിലാണ് തർക്കമുണ്ടായിരുന്നത്. ആ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അനുവദിക്കരുത്, അവർക്ക് അനുവദിക്കണമെന്നും അനുവദിക്കരുതും എന്ന തരത്തിലുള്ള വാദമുഖമായി ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തില്ല. കോടതി പറഞ്ഞത് ഈ 15 പേർക്ക് വോട്ട് ചെയ്യാം, സമ്മതിദാനാവകാശം രേഖപ്പെടുത്താം, പക്ഷേ അത് മാറ്റിവെക്കുക. കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് അവരുടെ വോട്ടുകൾ എണ്ണുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതി എടുത്ത ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാമെന്നാണ് കോടതി നിർദ്ദേശമായി മുന്നോട്ട് വച്ചത്. ആ കേസ് ഇന്ന് പരിഗണിക്കും എന്ന കാര്യമാണ് ഈ വാദം ഉന്നയിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൂടി പരിഗണിച്ച ശേഷം കൗണ്ടിങ് നടത്തിയാൽ മതി എന്നതാണ് BJPയുടെയും നോമിനികളുടെയും മത്സരരംഗത്ത്. ഇതിപ്പോ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നിലവിൽ അങ്ങനെ ഒരു തീരുമാനം തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത ഒരു നടപടി? സ്വാഭാവികമായി VCയുടെ നിലപാടിന് നിർണായകമായ ഇതുണ്ട്. കാരണം അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇത് എണ്ണാൻ അനുവദിക്കില്ല എന്ന നിലപാട്, ഉറച്ച നിലപാട് VC സ്വീകരിക്കുകയാണെങ്കിൽ കോടതിയുടെ അന്തിമ തീരുമാനം ഇന്ന് വരികയും ചെയ്തില്ല എങ്കിൽ ഇത് അനിശ്ചിതമായി നീണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ പരിഹാരം ഇന്ന് എടുക്കേണ്ട ആൾ VC തന്നെയാണ്. അദ്ദേഹം അത്തരൊരു നിലപാടിലേക്ക് പോകുമോ എന്നറിയില്ല. പക്ഷേ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പോലീസ് കനത്ത സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇനി VC എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സിജു. ശരി, നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. നിലവിൽ 15 സെനറ്റ് അംഗങ്ങളുടെ വോട്ടുകൾ മാറ്റിവെച്ച് ഇന്ന് തന്നെ വോട്ട് എണ്ണണമെന്നതാണ് ഇടതുപക്ഷ അനുകൂല അംഗങ്ങളുടെ അഭിപ്രായം. പക്ഷേ VC അടക്കമുള്ളവർ ഇന്ന് കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ വോട്ടെണ്ണാൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ്. ഇപ്പോൾ വലിയ തരത്തിലുള്ള പോലീസിനെ അടക്കം അവിടെ യൂണിവേഴ്സിറ്റി പരിസരത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.